മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്. ഇനി ഒരുപാട് ഇങ്ങനെ പല മർമ്മങ്ങളുണ്ട്. ഈ മർമ്മങ്ങളെക്കാണ് ഇനി സംസാരിക്കുന്നത്. നിങ്ങൾ 5 ടൈപ്പ് ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത് നിങ്ങളത് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കാണണം. ഞാൻ നേരത്തെ എപ്പിസോഡിൽ ടൈമിനെ കുറിച്ച് 1-2 എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ഇന്നലെ ടൈമിൻ്റെ കെയറോസ് ടൈം, ദൈവത്തിൻ്റെ സമയവും മനുഷ്യൻ്റെ സമയമായിട്ടുള്ള ക്രോണോസും അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരണം എന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഡീപ്പായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആഴത്തിലേക്കുള്ള ടൈമിൻ്റെ ഫാക്ടറിലേക്ക് നമ്മൾ ഇറങ്ങിയില്ല. അത് 2 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് വേണം ഇത് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല പറയുന്നതൊന്നും. ഇപ്പോഴിത് കുറച്ചും കൂടി ഒരു മിസ്റ്ററി ആയിട്ടൊരു മർമ്മം പോലെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഇനിയുള്ള അടുത്ത 4 എപ്പിസോഡുകളോളം ഈ ടൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്റ്റോറേഷനാണ് സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ പുനഃക്രമീകരണം, സമയത്തിൻ്റെ പുനഃക്രമീകരണത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കാരണം ഇത് അല്പം മനസ്സിലാവാനായിട്ട് പ്രയാസമുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ച് ഡീപ്പാണ്. കാരണം മറ്റേ 2 കുറച്ചും കൂടെ ഒരു സിമ്പിളായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഡീപ്പാണ്. നമുക്ക് അറിയാവുന്ന പോലെ സമയം എന്ന് പറയുന്ന എല്ലാ മനുഷ്യനും 24 മണിക്കൂർ സമയമാണുള്ള ഒരു ദിവസം, അല്ലേ? അതൊരു നമ്മളതിന് പറയുന്നത് എന്താണ്? ക്രോണോസ് ടൈം, നമ്മുടെ സമയം, ക്ലോക്കിലുള്ള സമയം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ സമയം, ദാറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ്. അതായത് ആ സ്പിരിറ്റിൽ ദൈവത്തിന് സമയമില്ല. മനസ്സിലാക്കുക, ദൈവത്തിന് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒന്നുമല്ല. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സമയത്തിൽ യു ആർ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു മൂവ്മെൻറ്റും ഇല്ലാതെ ഇരിക്കുക. ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ കണ്ടതല്ലേ? എല്ലാ കാര്യങ്ങളും ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്ക് തന്നതല്ലേ? ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും 1000 വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ കാര്യം എല്ലാം ദൈവത്തിനറിയാം. സോ ഇൻ ദ സ്പിരിറ്റ് അത് കെയറോസ് ആണ്, സ്റ്റാറ്റിക്കാണ്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് മൊബിലിറ്റി ഇല്ലാത്ത. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ്റെ സമയം, ഈ ക്രോണോസ് ടൈം ക്യാൻ ബി ഹൈജാക്ട്. അത് തട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റും. അതാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ പറയാം, കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സമയം എങ്ങനെയാണ് തട്ടിക്കൊണ്ട് പോകുന്നത്, എങ്ങനെ, ആരാണ് ഇത് തട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ നിന്നുള്ള റെഫറൻസും ഒക്കെ ആയിട്ട് പറയുന്നതാണ്. പക്ഷേ ആ ഒരു ആംഗിളിൽ നമ്മളത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അത് മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. എന്നാൽ ആ ആംഗിളിൽ തന്നെ എന്തിനാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാം. ഞങ്ങൾ വേറെ പല ഭാഗങ്ങൾ ഹെർമനോട്ടിക്സ് ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രായോഗികമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ, അതിൻ്റെ കണ്ടീഷൻസ്, അതുമായിട്ടുള്ള കൺകോർഡൻസ്, ഇതിലെല്ലാം കൂടെ പൊതുവായിട്ടുള്ള ആശയമാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഉത്തരം ഒന്നും പറയാനായിട്ടില്ല. എന്നാൽ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ, ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ക്രോണോസ് ടൈമും കൈറോസ് ടൈമും ഒന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മിസ്റ്ററിയിൽ നമ്മുടെ ടൈമിനെ തട്ടിക്കൊണ്ടുപോകാൻ, ഹൈജാക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ യു ആർ ഇൻ ട്രബിൾ, നമ്മൾ കുഴപ്പത്തിലാണ്. ഇതാരാണ്? എനിമിയാണ് നമ്മുടെ ടൈമിനെ തട്ടിക്കൊണ്ട് പോകുന്നത്. എനിമി ആരാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശത്രുവാണ്. ഇതെങ്ങനെയാണ് തട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ ഫിസിക്കലി 2026 ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലേ? ഫിസിക്കലി. എന്നാൽ ആത്മീയമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ച ഏത് വർഷമായിക്കോട്ടെ, 2000-ലോ അല്ലെങ്കിൽ 1988-ലോ ഒക്കെ ആകട്ടെ, ആത്മീയമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. എന്നാൽ ആത്മീയമായിട്ട് നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ 2010 തൊട്ട് നിങ്ങളുടെ ആ ക്രോണോസ് ടൈമിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള കൈറോസ് ടൈം ഇറങ്ങി വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം 16 വർഷമായിട്ട്, 2010 ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, 16 വർഷമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സ്റ്റാഗ്നൻ്റ് ആണ്. നിങ്ങൾ 2010-ലാണ് സപ്പോസ് നിങ്ങൾ
മെട്രിക്കുലേഷൻ പാസ്സായത്, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സായി, നിങ്ങൾ വിചാരിച്ചു പല കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ലൈഫ് ഒരു സ്റ്റാറ്റിക്കായിരിക്കുന്ന ഒരവസ്ഥ. അതിനാണ് ശരിക്കും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന, ടൈം ഹൈജാക്ക് ചെയ്ത്. 16 വർഷം യാതൊന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു അല്ലേ? ആ ഒരു അനുഭവം വരുന്നതിനാണ് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ടൈമിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണ് ടൈമും സീസൺസും ഒക്കെ ദൈവം ഉണ്ടാക്കിയത്. പകലും രാവും 1:14 പകലും രാവും തമ്മിൽ വേർതിരിപ്പാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്ന് തിരിച്ചറിവാനും ഉതകട്ടെ എന്ന് പറഞ്ഞു. And God said, let there be the lights in the firmament of heaven to divide the day from night, and let them be for sign and for season and for days and years. ദൈവം സമയങ്ങളെയും കാലങ്ങളെയും ദിവസത്തെയും സംവത്സരങ്ങളെയും ഒക്കെ അന്ന് ഉണ്ടാക്കിയതായിട്ട് നമ്മളെ കാണും. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ടൈം ഈസ് എ ഡയമെൻഷൻ ദറ്റ് ഗോഡ് ക്രിയേറ്റഡ്. ഇതൊരു മണ്ഡലമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷനാണ് ദൈവം ഉണ്ടാക്കിയത്. അതിനകത്ത് നമുക്ക് നേരത്തെ സംസാരിച്ചാണ്. ആദ്യത്തെ റലം, ദ ഫസ്റ്റ് റലം ഇസ് ദ റലം ഓഫ് ഗോഡ്. രണ്ടാമത്തെ റലം എന്ന് പറഞ്ഞാൽ ആ മണ്ഡലം, ആ ഏരിയ, മണ്ഡലം എന്നാണ് പറയുന്നതിന്. റലം ഓഫ് ഏഞ്ചൽസ്. ആൻഡ് ദ തേർഡ് റലം ഓഫ് മാൻ, മനുഷ്യൻ്റെ മണ്ഡലം. ഈ റലം ഓഫ് ഗോഡിനെ പറയുന്നത് റലം ഓഫ് എറ്റേണിറ്റി എന്നാണ്. നിത്യതയുടെ അവിടെ സമയമില്ല, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഒന്നും ഇല്ല, ടൈം ഫാക്ടർ ഇല്ലാത്ത സ്ഥലം. അതിനകത്ത് പറഞ്ഞാൽ ബിഗിനിങ് ഈസ് ദ എൻഡ് ആൻഡ് എൻഡ് ഈസ് ദ ബിഗിനിങ്. അതായത് തുടക്കം അവസാനം, അവസാനം തുടക്കം. യുവർ ഗോഡ് ഈസ് കംപ്ലീറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് സ്റ്റാർട്ട് ടു കംപ്ലീറ്റ്. നമ്മുടെ ദൈവം കംപ്ലീറ്റ് ചെയ്യുന്ന തുടക്കവും കംപ്ലീറ്റും ഒന്നുമില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ നാളെ പോകുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാളത്തെ കാര്യങ്ങൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നാളെ പോകുന്ന ഓൾറെഡി ദൈവത്തിൻ്റെ ആയിക്കഴിഞ്ഞു. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് ടൈം ഫാക്ടർ ഇല്ല എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ്. അതിനാൽ നിങ്ങളുടെ നാളെന്ന് നമ്മളെ പറഞ്ഞ് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്ന മത്തായി 6:34 നാളെ ഓർത്ത് വിഷമിക്കേണ്ട, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ഓരോ ദിവസവും നിങ്ങൾ ഓരോന്ന് ഓർത്ത് വിചാരപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിൻ്റെ സമയത്തെ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ മണ്ഡലം നിത്യതയാണ്. ദൈവദൂതന്മാരെ ഉണ്ടാക്കി അവരെയും എന്നേക്ക് നിലനിൽക്കുന്ന മണ്ഡലത്തിലാണ്. ഈ രണ്ടാമത്തെ മണ്ഡലമാണത്. സെക്കൻഡ് റലം ഓഫ് ഏഞ്ചൽസ് എന്ന് പറയുന്നത്, ദ റലം ഓഫ് എവർലാസ്റ്റിംഗ്. എന്തുകൊണ്ടാണ് അത് എവർലാസ്റ്റിംഗ് എന്ന് പറയുന്നത്? ദൂതന്മാരാണ്, അവർക്ക് എൻഡില്ല. എന്നാൽ അവരെ ദൈവം ഉണ്ടാക്കിയുകൊണ്ട് ദേ ആർ ഹാവിങ് എ ബിഗിനിങ്. അവർക്കൊരു തുടക്കമുണ്ട്, അവർക്ക് എൻഡില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ റലം ഓഫ് ഏഞ്ചൽസ്, റലം ഓഫ് എവർലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച്, മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും ആരുടെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ ഒരു സമയത്തിൻ്റെ റലത്തിലിട്ടു. ഹലോ, ശ്രദ്ധിക്കുക പറയുന്നത്. അതാണ് ദ തേർഡ് മാൻ, ദ റലം ഓഫ് മാൻ. മനുഷ്യൻ ആരായിരുന്നു? ആത്മാവായിരുന്നു. ഈ മനുഷ്യനെ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് സമയത്തിൻ്റെ റലത്തിലിട്ടു. എനിക്ക് ഓരോന്ന് പറയുന്ന വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ദൂതന്മാർ തങ്ങളുടെ മണ്ഡലം വിട്ട് മനുഷ്യൻ്റെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ, എന്ന് വെച്ചാൽ നിങ്ങൾ ദൂതന്മാരെ കാണുമ്പോഴേ അവർ സമയത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരികയാണ്. അവരായിരിക്കുന്ന മണ്ഡലം സമയത്തിൻ്റെ മണ്ഡലമല്ല. ദാറ്റ് ഈസ് എ റലം ഓഫ് എവർലാസ്റ്റിംഗ്, ദാറ്റ് ഈസ് ദ റലം ഓഫ് ഏഞ്ചൽസ്. അത് വിട്ടിട്ട് അവർ സമയത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരികയാണ്. കാരണം അവരുടെ മണ്ഡലത്തിൽ സമയമില്ല. അവർക്ക് ഈ മണ്ഡലത്തിലെ നിയമങ്ങൾ അറിയാം. ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ റലത്തിലെ. ഈ റലത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്
സ്പിരിറ്റ്സ് വിത്തൗട്ട് ബോഡി ഇൻ ദിസ് റെലം ഈസ് ഇല്ലീഗൽ. ആത്മാവ് ശരീരമില്ലാതെ ഈ റലത്തിൽ നിൽക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ദൈവിക നിയമമാണ്. അതുകൊണ്ട് ആത്മാക്കൾക്ക് പ്രായമൊന്നുമില്ല, അവർ പ്രായമാകുന്നില്ല, ദേ ആർ നോട്ട് ഏജിങ്. ആത്മാക്കൾ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോഴേ, ഈ റലത്തിലേക്ക് വരുമ്പോഴേ അവർ വന്ന് അങ്ങനെ നിൽക്കാനായിട്ട് അവരെ പെർമിറ്റ് ചെയ്യുന്നതല്ല, ദാറ്റ് ഈസ് ഇല്ലീഗൽ. ദൈവത്തിൻ്റെ മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ദ റെലം ഓഫ് ഗോഡ്, അവിടെ കരുണയില്ല. കരുണയില്ലാത്തത് അവിടെ ടൈമിൻ്റെ ഒരു ഡയമെൻഷൻ അല്ലാത്തതുകൊണ്ടാണ്. ആ ടൈമിൻ്റെ ഒരു മണ്ഡലത്തിലല്ല ദൈവം ഇരിക്കുന്നതുകൊണ്ടാണ് കരുണയില്ലാത്തത്. അതുകൊണ്ടാണ് ദൈവത്തോട് എതിർത്ത അല്ലെങ്കിൽ റിബൽ ചെയ്ത ദൂതന്മാരെ ന്യായവിധിക്ക് ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവർ അനുദപിച്ച് അനുദപിച്ചാലും കരുണ കിട്ടുകയില്ല. അവരനുദപിച്ചാലും കരുണ കിട്ടുകയില്ല. കാരണം ആ ഡയമെൻഷനിൽ കരുണയില്ല. ഈ കരുണ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഡയമെൻഷനിലാണുള്ളത്. മനുഷ്യൻ്റെ ഡയമെൻഷനിലേ കരുണയുള്ളൂ. അതുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മരിക്കാഞ്ഞത്. യേശുവിന് സ്വർഗത്തിൽ വെച്ച് മരിച്ചാൽ പോരായിരുന്നോ? യേശു ജഡാവതാരം എടുത്തത്, മനുഷ്യനായത് ഈ ടൈം റലത്തിലേക്ക് വരാനാണ്. എന്താണ്? കരുണ ഈ മനുഷ്യൻ്റെ മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒരുപാട് മീനിങ് ഉള്ള കാര്യമാണ് ഈ സംസാരിക്കുന്നത്. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അത് ആലോചിക്കുക. എന്തിനാണ് ദൈവം കരുണ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം തെറ്റിപ്പോയ മനുഷ്യനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കരുണ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. ഈ ലോകത്തിലേക്ക് ജഡാവതാരം യേശു എടുക്കുമെങ്കിലേ യേശു ഇവിടെ ലീഗലാവുള്ളൂ. ദൈവം ആത്മാവാണ്. ആത്മാവിന് ഈ ലോകത്തിൽ ഇങ്ങനെ വന്ന് ജഡാവതാരം എടുക്കാതെ ഇവിടെ പ്രസൻ്റ് ആവാനായിട്ട് പറ്റുകയില്ല, നമുക്കറിയാം. ഗോഡ് ക്രിയേറ്റഡ് ദി എർത്ത് ആസ് എ ഡയമെൻഷൻ ഓഫ് ടൈം. അതുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ ഒരു സമയത്തിൻ്റെ ഡയമെൻഷനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉൽപ്പത്തി പുസ്തകം 1:14 പറഞ്ഞു. അതിനാൽ ഭൂമിയുടെ പുറത്തുള്ള ജീവികൾ, ക്രീച്ചേഴ്സ്, ഭൂമിയിലെ ആളുകളെ ഈ ടൈം ഡയമെൻഷനിലാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഭൂമിയുടെ പുറത്തുള്ള ജീവി എന്ന് പറഞ്ഞാൽ ആരാ? ഭൂമിയുടെ പുറത്തുള്ള ജീവികളെന്ന് പറഞ്ഞാൽ ദൂതന്മാരാണുള്ളത് പ്രധാനമായിട്ട്. എന്നാൽ അതിൻ്റെ 2 റലത്തിൻ്റെ ഇടയ്ക്ക് റലം, വേറൊരു റലം ഉണ്ട്, ഒരു ടെമ്പററി റലം. അവിടെയാണ് പിശാചുക്കളെയൊക്കെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ആ റലത്തിലും ഉള്ളവർ ഭൂമിയിലെ ആളുകളെ അതേ ടൈം ഡയമെൻഷനിലാണ് കാണുന്നത്. ഇനി ഈ സമയം, നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങളെ നമ്മുടെ ശത്രു പലപ്പോഴും ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. റീക്ലെയിമിങ് മൈ ടൈം, എൻ്റെ സമയത്തെ എനിക്ക് തിരിച്ചു പിടിക്കണം, നമ്മുടെ സമയത്തെ തിരിച്ചു പിടിക്കണം. നമ്മളിപ്പോൾ 2026 ശരിക്കും നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾ സൂര്യനെ കാണുമ്പോൾ നിങ്ങൾ സമയത്തിൻ്റെ മണ്ഡലത്തിലാണ് എന്ന് ഉറപ്പാണ്. എന്നാൽ ജോഷുവ സൂര്യനോട് സംസാരിച്ചു, ഗിബെയോനിൽ നിൽക്കാനായിട്ട് പറഞ്ഞു. ശത്രുക്കളെ കീഴ്പ്പെടുത്തുവോളം സൂര്യനും ചന്ദ്രനും അനങ്ങാതെ നിന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഭൂമി തിരിഞ്ഞില്ല. ശ്രദ്ധിക്കുക, ഭൂമി തിരിഞ്ഞില്ല. ടൈം ഈസ് സ്റ്റാഗ്നന്റ്. ഇവിടെ ഒരു ദൈവദാസൻ സൂര്യനെ നിർത്തി എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? ദൈവത്തിൻ്റെ ഒരു ദാസൻ പറഞ്ഞപ്പോഴേ ദൈവത്തോട് ഇടപെട്ടിരിക്കാം. എന്നാൽ ഭൂമി തിരിഞ്ഞില്ല. എന്നാൽ അവൻ സമയത്തെയാണ് നിർത്തിയത്. കാരണം ഉൽപ്പത്തി പുസ്തകം 1:14 അവ അടയാളങ്ങൾ, കാല, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായിട്ട് പകലും രാവിലെയും വേർതിരിച്ച് ആകാശവിധാനങ്ങൾ, വെളിച്ചങ്ങളെ ഉണ്ടാക്കിയ ദൈവം. ദാറ്റ് ഈസ്, ദേ ആർ ദ മാർക്കേഴ്സ് ഓഫ് ടൈം. എന്താ? സൂര്യനും ചന്ദ്രനും. ഈ മാർക്കേഴ്സ് ഓഫ് ടൈമിനെ ഇവിടെ ഈ ദൈവദാസൻ ആ ടൈമിനെ നിർത്തി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ സമയത്തെ നിർത്താനായിട്ട് പറ്റും. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, സമയത്തെ നിർത്താം. ഇവിടെ സമയത്തെ നിർത്തി. ഈ സ്റ്റോപ്പ് ടൈം. അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, സമയത്തെ നിർത്താമെങ്കിൽ ടൈം ക്യാൻ ബി ഹൈജാക്ട്, തട്ടിക്കൊണ്ടു പോകാം. ടൈം ക്യാൻ ബി സ്ട്രെച്ച്ഡ്, ടൈം നീട്ടിക്കൊണ്ടു പോകാം.
ടൈം ക്യാൻ ബി മാനിപ്പുലേറ്റഡ്, അത് കൃത്രിമം കാട്ടാം അല്ലേ? ടൈമിനെ നിർത്താമെങ്കിൽ ടൈമിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാം, ടൈമിനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പോകാം, ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പോകാം. അതുകൊണ്ട് ഒരു ദിവസത്തെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റിയെങ്കിൽ കലണ്ടറിലെ നിങ്ങൾക്കും ഈ ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, കൃത്രിമം കാട്ടാൻ പറ്റും. ഇത് ആത്മാവിനറിയാം, ആത്മാക്കൾക്കറിയാം. അതിനാൽ അവർ നിങ്ങളുടെ നേരെ യുദ്ധം ചെയ്യേണ്ട, പിന്നെയോ നിങ്ങളുടെ സമയത്തിന് നേരെ യുദ്ധം ചെയ്താൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കയറുന്നുണ്ട്, തലയിലോട്ട് കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതിനാൽ അവൾ നിങ്ങളുടെ നേരെ യുദ്ധം ചെയ്യേണ്ട, പിന്നെയോ നിങ്ങളുടെ സമയത്തിന് നേരെ യുദ്ധം ചെയ്താൽ മതി. അതിനാൽ എന്താണ്, നിങ്ങളുടെ പരീക്ഷയുടെ ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ശത്രു ഒരു അസുഖം കൊണ്ടുവരും. നിങ്ങൾ കിട്ടാൽ നിങ്ങളുടെ സമയം ദീർഘിപ്പിക്കാം. ഈ ഒരു അസുഖം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ദീർഘിപ്പിക്കാം. ശത്രുവിന് സമയത്തിൻ്റെ രഹസ്യം അറിയാം. യേശു ജനിച്ച സമയം വിദ്വാൻമാർ കിഴക്ക് എന്നുള്ളൊരു നക്ഷത്രം കണ്ടു. അവർ ഏഞ്ചലിനെ അല്ല കണ്ടത്, അവർ ഗബ്രിയേലിനെയോ മിഖായേലിനെയോ അല്ല കണ്ടത്, അവരൊരു ദർശനവും കണ്ടില്ല. അവർ യേശു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം കണ്ടു. വിദ്വാൻമാർ കിഴക്ക് നിന്ന് ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചു. അവർ പൊന്നും ഒരു കുന്തിരിക്കം കാഴ്ചവെച്ച് യേശുവിനെ വണങ്ങി. ആരാണ് അവരോട് പറഞ്ഞ് യേശു ജനിച്ചതെന്ന്? അതൊരു നക്ഷത്രമായിരുന്നു. ഒരു നക്ഷത്രം ഇവിടെ എന്ത് കാണിച്ചു അവരെ? അതൊരു അപ്പോയിൻറ്റഡ് ടൈം, ഒരു നിയമിക്കപ്പെട്ട സമയം. സ്റ്റാർ റെപ്രസെൻറ്റ്സ് ആൻ അപ്പോയിൻറ്റഡ് ടൈം. വേറൊരു സമയത്തെ പോലെ അല്ലാത്ത സമയം, അതാണ് അപ്പോയിൻറ്റഡ് ടൈം എന്ന് പറയുന്നത്. ഡെസ്റ്റിനി ഈസ് എ ട്രഷർ ദാറ്റ് ഗോഡ് പുട്ട് യു ഇൻ ഡീപ്പ് ഇൻ ടു ടൈം. നിങ്ങളുടെ ഭാവി ഒരു നിധിയെപ്പോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സമയത്തിലിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നേറ്റം, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ അടുത്ത ലെവൽ, ജീവിതത്തിൻ്റെ മാര്യേജ്, കല്യാണം, കുഞ്ഞിൻ്റെ ജനനം, എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും ഈ സമയത്തിൻ്റെ ഗർഭത്തിൽ ഇട്ടിരിക്കുകയാണ് നമ്മൾ മറന്നു പോരുത്. യുവർ നെക്സ്റ്റ് ലെവൽ ഈസ് ഇൻ ദ വോംബ് ഓഫ് ടൈം. അതുകൊണ്ട് പറയുക, നമ്മൾ നമ്മുടെ സമയത്തെ തിരിച്ചു പിടിക്കണം. യേശുവിന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ മിസ്റ്ററി ഓഫ് ടൈം, ഈ ടൈമിൻ്റെ മർമ്മം അറിയാമായിരുന്നു. നിങ്ങൾ ഈ ടൈമിൻ്റെ മിസ്റ്ററി അല്ലെങ്കിൽ ഈ ടൈമിൻ്റെ റലത്തെക്കുറിച്ച് അറിയാത്തിടത്തോളം കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോവെയർ, എങ്ങുമല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. ടൈം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ടൈമിനകത്ത് കൃത്രിമ കാട്ടാൻ പറ്റും, ടൈമിനെ നിർത്താൻ പറ്റും. എവിടെയാണ് ഡിലേയുടെ മിസ്റ്ററി വരുന്നത്? കാര്യങ്ങളെ ഡിലേ ആക്കുന്ന ഒരു രഹസ്യം വരുന്നത്, ഡിലേയുടെ മിസ്റ്ററി. അത് വലിയൊരു മിസ്റ്ററിയാണ്, ഈ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിസ്റ്ററിയാണ്. ആരോ എൻ്റെ സമയത്തെ കൃത്രിമം കാട്ടി എൻ്റെ സമയത്തെ നിർത്തി, എൻ്റെ സമയത്തെ നീട്ടി. അതിനാൽ കാലതാമസം വരുന്നു. ജോഷിക്ക് സമയം മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാമായിരുന്നു. വെളിപ്പാട് പുസ്തകം 12:7 സ്വർഗത്തിലൊരു യുദ്ധം നടക്കുന്നത് കാണുന്നുണ്ട് അല്ലേ? ദൈവം നിൽക്കുന്ന നിത്യത എന്ന റിലത്തിലാണത്. ദൈവം നിൽക്കുന്നത് നിത്യത എന്ന റിലത്തിലാണ്. എന്നാൽ യുദ്ധം ഉണ്ടാകുന്നത് റെലം ഓഫ് ഗോഡിലല്ല യുദ്ധം ഉണ്ടാകുന്നത്, റെലം ഓഫ് ഏഞ്ചൽസിലും അല്ല യുദ്ധം ഉണ്ടാകുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു റെലം ഓഫ് ഏഞ്ചൽസും നമ്മുടെ റെലത്തിനും ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, അവിടെയാണ് യുദ്ധം ഉണ്ടാകുന്നത്. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം സ്വർഗത്തിലല്ല വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അവൻ അതിനൊക്കെ മേളിലാണ്. എഫെസ്യർ 3:10 നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഈ വെന്റ് ഫാർ എബോവ് ഹെവൻ. യേശു മുകളിൽ കയറിയപ്പോഴേ സ്വർഗത്തിന് മേളിൽ കയറിയെന്നാണ് ഇരിക്കുന്നത്. എന്നാൽ പലയിടത്തും ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവാനായിട്ട് ആ സ്വർഗം എന്നുള്ളൊരു വേർഡിൻ്റെ ആ മീനിങ്ങിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗം എൻ്റെ സിംഹാസനം,
ഹെവൻ ഈസ് ദ ത്രോൺ, ഭൂമി എൻ്റെ പാദപീഠം. അല്ലെ, യെശയ്യാവ് 66:1 പറയുന്നതാണ്. എന്നാൽ ദൈവം അതിലൊക്കെ ബിയോണ്ടാണ്. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നതിൽ സ്വർഗവും ഭൂമിയും ഉണ്ടാക്കി ആരാന്ന് നിങ്ങൾ പറഞ്ഞു തരേണ്ടി വരും. അതിനു മുമ്പേ ദൈവം ഉണ്ടായതിനു മുമ്പേ സ്വർഗവും ഭൂമിയും ഉണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ വരും. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് നമുക്കറിയാം. കാരണം സ്വർഗം എന്ന് പറയുന്ന മേളിലുള്ള ഒരു സംഭവമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നൊക്കെ പറഞ്ഞ് യഹൂദന്മാർ 7 സ്വർഗം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ഇങ്ങനെ പല സ്വർഗം, ഞാൻ സ്വർഗത്തെക്കുറിച്ച് ഒക്കെ എപ്പിസോഡ് കേട്ടിട്ടുണ്ട്, നിങ്ങളത് പഠിക്കാം. ദൈവം അതിനും മീതെയുള്ള ദൈവമാണേ നമ്മൾ മറന്നു പോയത്. സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയപ്പോഴേ അതിനു മുമ്പേ ദൈവം ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ഇൻ ദ ബിഗിനിങ്, ബിഫോർ വേർ വാസ് എ ഗോഡ്, ഹി വാസ് എ സെൽഫ് എക്സിസ്റ്റിംഗ് ഗോഡ്. അവൻ യാഹേവ്, യഹോവയായ ദൈവം. അവന് സെൽഫ് എക്സിസ്റ്റിംഗ് ആണ്. അവന് സ്വർഗത്തിന് ബിയോണ്ടാണ്. മൈക്കിള് ഒരു യുദ്ധം ഡ്രാഗണുമായിട്ട് നടത്തിയിട്ട് 12:8 അവനെ അവിടെ നിന്ന് തള്ളിയിട്ടു. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. ഇതൊക്കെ ഈ സ്വർഗം എന്നുള്ള മീനിങ് മലയാളത്തിൽ നമ്മൾ പറയുമ്പോഴേ, ഹെവൻ എന്നൊക്കെ പറയുമ്പോഴേ ആ ഒരു റെലത്തിൽ ഉള്ളൊരു ചിന്തയായിട്ട് നമ്മൾ എടുക്കുക. ദാറ്റ് മീൻസ് ദേ ലോസ്റ്റ് ദെയർ പ്ലേസ് ഇൻ ഹെവൻ. സോ സൈറ്റൻ ആൻഡ് ഏഞ്ചൽസ് ലോസ്റ്റ് ദെയർ പ്ലേസ്. പിശാചിനും സാത്താനും മഹാസർപ്പമായ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇത് 2 മീനിങ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഇനിയും നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടും നേരത്തെ സംഭവിച്ചതായിട്ടും 2 ഇൻ്റർപ്രിട്ടേഷനകത്തുണ്ട്. എന്നാൽ ഈ ഭൂമി മനുഷ്യൻ്റെ മണ്ഡലമാണ്. അതിലേക്കാണ് അവനെ തള്ളിക്കളഞ്ഞത്. ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ മണ്ഡലമാണ്, ഡയമെൻഷൻ ഓഫ് മാൻ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം, അവരെ ഭൂമിയിലേക്ക്, മനുഷ്യൻ്റെ മണ്ഡലത്തിലേക്ക് തള്ളിയിട്ടു. അതൊരു ടൈം മണ്ഡലത്തിലേക്കാണ് അവരെ തള്ളിയിട്ടത്. അതുകൊണ്ട് അവർക്ക് കഷ്ടം, അവർക്ക് ഇനിയും അധികം നാളില്ല. അതാണ് അതിനകത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ആ 12-ാം വാക്യത്തിലെ പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞു. യെസ്, അവർക്ക് കഷ്ടം. അവരുടെ ടൈം ഡയമെൻഷനിലേക്ക് വന്നു. മറ്റേതിന് ടൈം ഇല്ലല്ലോ, എവർലാസ്റ്റിംഗ് ആണ്. എത്ര നാൾ വേണമെങ്കിലും നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ ഈ ടൈം ഡയമെൻഷനിലേക്ക് മാറ്റി. അത് പറയാൻ വേണ്ടിയാണ് അതെടുത്ത്. അവർക്ക് കഷ്ടം, ഇനി അധികം നാൾ അവരുടെ കാലമില്ല എന്ന്. അതുകൊണ്ട് ഈ നാളുകളിൽ എഫേസ്യർ 5:16 പറയുന്ന പോലെ റിഡീം അവർ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ. എഫേസ്യർ 5:16 മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഈ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു വാക്ക് സമയം വേസ്റ്റ് ചെയ്തെന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റിഡീം അവർ ടൈം, നമ്മുടെ ടൈമിനെ റിഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ടൈമിനെ വീണ്ടെടുക്കുക എന്നാണ് അത് പറഞ്ഞതിൻ്റെ മീനിങ്. നമ്മുടെ നഷ്ടപ്പെട്ട ടൈമിനെ വീണ്ടെടുക്കുക. എങ്ങനെയാണ് നഷ്ടപ്പെട്ട ടൈമിനെ? ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ച കാര്യമെല്ലാം നമ്മൾ ഈ ടൈമിനകത്ത് എങ്ങനെ ടൈം പിശാച് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മുടെ ടൈമിനെ കൊണ്ടുപോകുന്നതെന്ന്. ഇന്ന് പലരും 2010-ലും 2005-ലും ഇരിക്കുക. ഇന്ന് ചിലർ 2020-ൽ ഇരിക്കുക, 26 നിങ്ങളുടെ ടൈം 4 വർഷം, 5 വർഷം, 10 വർഷമൊക്കെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. എന്നാൽ ദൈവത്തിൻ്റെ ടൈമിലേക്ക്, കൈറോസ് ടൈമിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന പലരുമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ പല പ്രയാസങ്ങൾ പല രീതിയിലുണ്ട്. ജോലിയൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ്. ആ ടൈമിൻ്റെ ഇതെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ പോലും 30 വയസ്സിൽ നമുക്കൊരു സെറ്റിൽമെൻറ്റ് വേണം എന്ന് വിചാരിച്ചിട്ട് 37-38 വയസ്സ് 7 വർഷം അവൻ പിടിച്ചോണ്ട് പോയി, ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. റിഡീം ടൈം 400 വർഷം കഷ്ടത അനുഭവിക്കും എന്ന് പറഞ്ഞെങ്കിൽ വീണ്ടും ഒരു 30 വർഷം വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ആരുടെ? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ. റിഡീം ടൈം, നമ്മുടെ ജീവിതങ്ങളെ ടൈമിനെ റിഡീം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മളിത് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത 2-3 എപ്പിസോഡിൽ നമ്മൾ ഈ റിസ്റ്റോറേഷനും ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം. അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണണം. ഈ ടൈം
നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ, പുതിയ അറിവുകൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് അറിയാം, പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടൈമിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയതിനെ നമുക്ക് തിരിച്ചു പിടിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ 37 വർഷം വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ 30 വയസ്സിൽ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് 30 വയസ്സ് കിട്ടാനായിട്ട് നമുക്കൊരു അറിവ് വന്നെങ്കിലല്ലേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അറിവ് വന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിടിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും ഞങ്ങളുടെ ശത്രു വന്ന് ഞങ്ങളുടെ ടൈമിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ അതിൽ നിന്നത് റിഡീം ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ടൈം റിഡീം ചെയ്യാൻ ഞങ്ങൾക്ക് അധികം നാളുകൾ ഈ ലോകത്തിലില്ലല്ലോ കർത്താവേ. ഞങ്ങളെ ഈ ദുഷ്കാലമാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ ഞങ്ങളുടെ ടൈമിനെ പ്രോഫിറ്റബിളായിട്ട് വിനിയോഗിക്കാനായിട്ട്, ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഞങ്ങളത് റിഡീം ചെയ്യാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ ആ ടൈമിൽ എത്തിച്ചേരുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വരട്ടെ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും കർത്താവെ, ജോലി സംബന്ധമായ ഡിലേ വരുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ വരുന്നു. വി ആർ റിസ്റ്റോറിങ് യുവർ ടൈം. നിങ്ങളുടെ സമയം വീണ്ടെടുക്കുന്നു. വി ആർ റിഡീമിങ് യുവർ ടൈം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ടൈം റിഡീം ചെയ്യുന്നു. ജോലി പ്രശ്നമായിട്ട് ഇരിക്കുന്നവരെ, അതുപോലെ വിസ കിട്ടാതെ ഡിലേ വന്നിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ആ ഡിലേയുടെ ആത്മാവിനെ ഞങ്ങളെ ബത്സിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ ഇടുക. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.